പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. എനിക്ക് ഒരേ പേരിൽ 2 ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ രീതിയല്ല, ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ പഴയ രീതിയല്ല, പുതിയൊരു രീതിയിലാണ്. പുതിയ രീതി ഈസിയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്താൽ മതി, ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലായിട്ട് 3 ലൈൻ കാണാനായിട്ട് സാധിക്കും. ആ 3 ലൈനിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ താഴെയായിട്ട് സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെയായിട്ട് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെയായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഓപ്പൺ ആയ പേജിൽ വീണ്ടും നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ഇത് മിക്കവാറും ഉള്ളവർക്കെല്ലാം കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ആദ്യമേ നമ്മളൊന്ന് പേഴ്സണൽ ഡീറ്റെയിൽ അത് തന്നെയാണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. വീണ്ടും നമുക്ക് അത് തന്നെയാണ് അടുത്ത പേജിൽ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത് ഓപ്പൺ ആയ ഈ പേജിൽ ഇവിടെ കാണുന്ന ഈ പേഴ്സണൽ ഡീറ്റെയിൽ എന്നുള്ള ഇവിടെ ടച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനുശേഷം ഈ ഓപ്പൺ ആയ പേജിൽ ഏറ്റവും താഴെയായിട്ട് കാണുന്ന അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ, മാനേജ് യുവർ ഡാറ്റ, മോഡിഫൈ യുവർ ലെഗസി കോണ്ടാക്ട്, ഡീആക്ടിവേറ്റ് ഓർ ഡിലീറ്റ് യുവർ അക്കൗണ്ട് ആൻഡ് പ്രൊഫൈൽസ്, ഇതാണ് ഈ ഏറ്റവും ലാസ്റ്റിലായിട്ട് കാണുന്നത്, ഈ താഴെയായിട്ട് കാണുന്നത്. അപ്പൊ നമുക്ക് ഇവിടെയായിട്ട് ടച്ച് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഈ ഓപ്പൺ ആയ പേജിൽ ഇവിടെയായിട്ട് ഈ താഴെയായിട്ട് രണ്ടാമതായിട്ട് കാണുന്ന ഡീആക്ടിവേഷൻ ഓർ ഡിലീറ്റേഷൻ എന്നുള്ളത് ഈ രണ്ടാമതായിട്ട് കാണുന്ന ഇത് നമുക്ക് ടച്ച് ചെയ്തൊന്ന് ഓപ്പൺ ചെയ്യാം. അതായത് പെർമനന്റ് ഡിലീറ്റ് യുവർ അക്കൗണ്ട് ആൻഡ് പ്രൊഫൈൽസ് എന്നുള്ളത് അതാണ് ഈ രണ്ടാമതായിട്ട് കാണിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഓപ്പൺ ആയ പേജിൽ ഇവിടെയായിട്ട് നമ്മുടെ അക്കൗണ്ട് കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഈ ഓപ്പൺ ആയ പേജിൽ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അതായത് രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിലീറ്റിംഗ് യുവർ അക്കൗണ്ട് ഈസ് പെർമനന്റ് എന്നുള്ളതാണ്. ഇത് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഈ കണ്ടിന്യൂ എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഒരു 3-4 ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം അത് എന്ത് കാരണം കൊണ്ടാണ് നമ്മളിത് ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളതാണ് നമുക്കിവിടെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഏതൊരു ഓപ്ഷൻ സെലക്ട് ചെയ്താലും മതി. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കണ്ടിന്യൂ എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കണ്ടിന്യൂ എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ കണ്ടിന്യൂ എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഈ ഓപ്പൺ ആയ പേജ് നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഡാറ്റ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റോറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റോറേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അതിനുശേഷം നമുക്കിവിടെ കണ്ടിന്യൂ എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മുടെ പാസ്വേഡ് തെറ്റാതെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ എന്നുള്ളതിൽ നമുക്ക് ടച്ച് ചെയ്ത് മുന്നോട്ട് പോകാം. ഈ ഓപ്പൺ ആയ പേജിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കൺഫേം പെർമനന്റ് അക്കൗണ്ട് ഡിലീറ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പേജ് കാണുന്നത്. അതായത് ഏറ്റവും താഴെയായിട്ട് ഡിലീറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ട് ഇനി വീണ്ടും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ ഇത് ലോഗിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആക്കുകയാണ് എൻ്റെ അക്കൗണ്ട് ഒരെണ്ണം. അപ്പോൾ എനിക്കിവിടെ 2 ഫേസ്ബുക്ക് അക്കൗണ്ട് ഒരേ പേരിൽ ഉള്ളത് കൊണ്ടാണ് ഞാനിത് ഡിലീറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ പലർക്കും ഇതുകൊണ്ടൊക്കെ അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഈസി ആയിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ളത് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.